ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായ ആളുകളെക്കുറിച്ചുള്ള ഈ പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തു ഒരു വേശ്യാസ്ത്രീക്ക് പാപമോചനം നൽകുന്നതാണ്. വേശ്യാസ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതോ യേശു വേശ്യാസ്ത്രീയുടെ അടുക്കിലേക്ക് പോയതോ അല്ല, ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് ഈ വേശ്യാസ്ത്രീയെ വലിച്ചഴിച്ച് കൊണ്ടുവന്നതാണ്. അതൊരു അതിരാവിലെ സമയത്താണ്. യേശു ദേവാലയത്തിൽ ചെന്ന സമയത്ത് സാധാരണ യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിൽ ഏകനായി പോകാറുണ്ട്. എന്നാൽ അതിരാവിലെ ദേവാലയത്തിൽ വരും സുവിശേഷം പറയാനാണ്. ആളുകളോട് സുവിശേഷം പറയാനും രോഗികൾക്ക് സൗഖ്യം നൽകാനും ഒക്കെയാണ് യേശു വരുന്നത്. യേശു അങ്ങനെ ഒരു അതിരാവിലെ ദേവാലയത്തിലേക്ക് വന്ന സമയത്താണ് ഈ സംഭവം. ഞാനത് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തെ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. നീ അവളെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് ചോദിച്ചു. അത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷ ചോദിച്ചത്രേ. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. രാഷ്ട്രീയക്കാർക്ക് പോലും പരിചയമുള്ള ഒരു വാക്യമാണിത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. ന്യായപ്രമാണത്തിൽ മോശ കൽപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിൽ ഒരാൾ വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. പക്ഷേ അത് പ്രധാനമായി പുരുഷന്റെ കാര്യമാണ്. വ്യഭിചാരം ചെയ്യരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്നതൊക്കെ പുരുഷന്മാരോടാണ്. ന്യായപ്രമാണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത് പുരുഷന്മാരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത് ഇവളുമായി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ട പുരുഷനെയാണ് പിടിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും. ഒരുപക്ഷെ ആ പുരുഷൻ അറിയപ്പെടുന്ന ആളും ഇവർക്ക് വേണ്ടപ്പെട്ട ആളുമായിരുന്നിരിക്കാം. അതുകൊണ്ട് അവനെ ഒഴിവാക്കിക്കൊണ്ട് ഇവളെ പിടിച്ചുകൊണ്ട് വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുകയാണ്, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവളെ കല്ലെറിയണമെന്നാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. നീ എന്തു പറയുന്നു? ക്ഷമിക്ക് എന്നാണ് യേശു പറയുന്നതെങ്കിൽ ന്യായപ്രമാണത്തിനെതിരെ. കൊല്ലണമെന്നാണ് പറയുന്നതെങ്കിൽ ദൈവസ്നേഹം ഇല്ലാത്തവൻ. അപ്പോൾ യേശുവിനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്ത്രീയെ അവർ പിടിച്ചുകൊണ്ട് വന്നത്. യേശു സർവജ്ഞാനിയായ ദൈവമാണ്. അവരുടെ കപടമൊക്കെ യേശു മനസ്സിലാക്കി. നമ്മളാണെങ്കിൽ ആ പുരുഷൻ എവിടെയെന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു നിസാര വാക്ക് മതി. ദാവീദിന് ഒരു ചെറിയ കല്ല് മതിയായിരുന്നല്ലോ ഗോലിയാത്തിനെ വീഴ്ത്താൻ. അതുപോലെ ഒരു വാക്ക് മതി യേശുവിന്. ശതാധിപൻ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ
എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. യേശു ഒരു വാക്ക് കേൾപ്പിച്ചാൽ ഇവന്മാരെല്ലാം ഓടും. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അങ്ങനെ ഉത്തരം അവർ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും അവളെ കല്ലെറിയട്ടെ എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ശലോമോന്റെ അടുക്കൽ 2 വേശ്യാസ്ത്രീകൾ ഒരു ജീവനുള്ള കുഞ്ഞുമായി വന്നു. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് കയറി കിടന്നു, അത് ചത്തുപോയി. അവൾ എഴുന്നേറ്റ് മരിച്ച കുഞ്ഞിനെ മറ്റവളുടെ അടുക്കൽ കിടത്തി ജീവനുള്ള കുഞ്ഞിനെ അവളെടുത്തു. പക്ഷെ മറ്റവൾ പരാതിയായി ചെന്നപ്പോൾ ശലോമോൻ പറഞ്ഞു, ആ ജീവനുള്ള കുഞ്ഞിനെ പിളർന്ന് ഓരോ പാതി എടുത്ത് അങ്ങനെ വിഷയം തീർക്കുക. അപ്പോൾ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, അത് മതി, പകുതി കിട്ടുമല്ലോ. ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ അവൾക്ക് കൊടുത്തേക്ക്, ജീവനുള്ള കുഞ്ഞിനെ പിളർക്കരുത്. അത് ദൈവം കൊടുത്ത ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ശിക്ഷ നടപ്പാക്കാൻ ശലോമോന് സാധിച്ചത്. യേശു പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അതായത് ശലോമോന് ജ്ഞാനം നൽകിയത് യേശുവാണ്. അതുകൊണ്ടാണ് ഒറ്റ വാക്കുകൊണ്ട് ഈ വിഷയം യേശു തീർത്തത്. യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള നിലയിൽ. ചില ആളുകൾ പറയുന്നത് ഈ കല്ലെറിയാൻ വന്നവരുടെ പേരൊക്കെ നിലത്ത് യേശു എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അത് കണ്ടിട്ടവർ ഓടിയെന്ന് വേണം പറയാൻ. പക്ഷെ നമ്മൾ വായിക്കുന്നത് ഇത് കേട്ടിട്ടവർ കുത്തുകൊണ്ട് സ്ഥലം വിട്ടുവെന്നാണ്. അപ്പോൾ ഇത് കേട്ടിട്ട്, അതായത് നിങ്ങൾ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസാക്ഷിയുടെ ആക്ഷേപം ഉണ്ടായി. ശരിയാണ്, ഞാനും പാപിയാണ്, എൻ്റെ ഭാഗത്തും കുറവുണ്ട്, ഒരാളെ എറിയാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ മനസ്സിലാക്കി കല്ല് താഴെ ഇട്ടിട്ട് അവർ സ്ഥലം വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള എല്ലാവരും പാപികളാണ്. ഒരാൾക്ക് വ്യഭിചാരമാണ്, വേറൊരാൾക്ക് മോഷണം, വേറൊരാൾക്ക് മദ്യപാനം, വേറൊരാൾക്ക് ചതി, വേറൊരാൾക്ക് അസൂയ, വേറൊരാൾക്ക് നിഗളം. എല്ലാവരും പാപികളാണ്. നമ്മുടെ കർത്താവ് പാപികളെ രക്ഷിക്കാനാണ് വന്നത്. യേശു ഈ സ്ത്രീയോട് പറഞ്ഞു, മകളെ, ആരും നിന്നെ ഇല്ല, സമാധാനത്തോടെ പോകാം, മേലാൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മേലാൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും കൂടി അവൾക്ക് നൽകി. മോശ പറഞ്ഞ കാര്യമാണല്ലോ ഇവരിപ്പോൾ പറഞ്ഞത്, കല്ലെറിയണം എന്ന് മോശ പറഞ്ഞു എന്ന്. ആ മോശയാണ് പറഞ്ഞ് വ്യഭിചാരം ചെയ്യരുതെന്ന്. പക്ഷേ മോശയ്ക്ക് ആളുകൾക്ക് വ്യഭിചാരം ചെയ്യാതിരിക്കാനുള്ള ശക്തി നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മോശ എഴുതിയത്, ആരെങ്കിലും ചെയ്താൽ കല്ലെറിയണം. എന്നാൽ യേശു മേലാൽ പാപം ചെയ്യരുത് എന്ന് പറയുക മാത്രമല്ല, അതിനുള്ള കൃപ നൽകുകയാണ്, ശക്തി നൽകുകയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം. മോശ കുറേ അക്ഷരങ്ങൾ നൽകി, കുറച്ച് കൽപ്പനകൾ നൽകി, കുറച്ച് അരുതുകൾ നൽകി. പക്ഷെ യേശു അതനുസരിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് പാപമോചനം നൽകുന്നു മാത്രമല്ല, നമ്മളുടെ ഭാവി ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശം കൂടെ നൽകുന്നവനാണ്. 38 വർഷമായി രോഗിയായി കിടന്ന മനുഷ്യന് സൗഖ്യം നൽകിയിട്ട് യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത്. അപ്പോൾ എല്ലാവരോടും അവരുടെ ഭാവിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അല്ലെങ്കിൽ അവരോട് കൂടെ ഇരുന്ന് അവരെ പരിപാലിക്കാനും നമ്മുടെ കർത്താവിന് കഴിവുണ്ട്, മനസ്സുണ്ട്. ആ ഒരു പാഠമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്.
എല്ലാവരും വെറുക്കുന്ന, എല്ലാവരും നിന്ദിക്കുന്ന ആളുകളെ ഏറ്റെടുക്കുവാൻ നമ്മുടെ കർത്താവിന് മനസ്സുണ്ട്. അവരെ രൂപാന്തരപ്പെടുത്തി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് മനസ്സുണ്ട്. അങ്ങനെയാണ് കർത്താവ് നമ്മെയും സമീപിച്ചത്, നമ്മെയും രക്ഷിച്ചത്, നമ്മെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.